ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റിഫ്രഷിംഗ് ആയിട്ട് ഒരു ഗ്രേപ്പ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഗ്രേപ്സ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. കുറച്ച് നേരം വിനീഗറിലോ സോൾട്ടിലോ ഇട്ട് വെച്ച ഗ്രേപ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കിനി ഈ ഗ്രേപ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നേരത്തെ കഴുകി വെച്ച ഗ്രേപ്സും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കുക്കാക്കാൻ പാടില്ല. കുറച്ച് സമയം അതിൻ്റെ ഫ്ലഷൊക്കെ പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം നമുക്ക് കുക്കാക്കി എടുക്കാം. ഗ്രേപ്സ് അത്യാവശ്യം കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഷൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവർ കുക്കാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഈ ഒരു മിക്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേപ്സിലെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്രേപ്സിൻ്റെ ഫ്ലഷ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്തു വെച്ച ലിക്വിഡും അതിലേക്ക് ഗ്രേപ്സിൻ്റെ സ്കിന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു ലിക്വിഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ശേഷം ഈ ഒരു ലിക്വിഡിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. തണുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ശേഷം ഇത് സെർവ് ചെയ്യാം. അതിനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്ലഷും അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്ത ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സമ്മർ ഡ്രിങ്ക് ആയിട്ടും ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടും യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. If you like this video, do like, share and subscribe. For more videos, follow the wooden spoon. Bye bye.